വാഴ 2 എന്ന സിനിമയുടെ കഴിഞ്ഞ 36 ദിവസത്തെ കേരള ബോക്സ് ഓഫീസും അതുപോലെ തന്നെ സിനിമയുടെ കഴിഞ്ഞ 14 ദിവസത്തെ തെലുങ്ക് ബോക്സ് ഓഫീസും പരിശോധിക്കാം നമുക്ക്. അതിനു പക്ഷേ ഇല്ലാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. വാഴ സിനിമയുടെ റിലീസ് വന്ന് ഏപ്രിൽ മാസമാണ് ആദ്യ വാരമായിട്ട്, 2-ാം തീയതിയായിട്ട്. നല്ലൊരു കളക്ഷൻ, നല്ലൊരു റെസ്പോൺസ് ആയതുകൊണ്ട് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ സിനിമ ഒഫീഷ്യലായിട്ട് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴിയും അതുപോലെ തന്നെ ഇന്ത്യന്റെ വെളിയിൽ ഔട്ട്സൈഡ് സിംപ്ലി സൗത്ത് വഴിയായിട്ട് സിനിമ OTT റിലീസിന് കൈമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് സിനിമേന്റെ കേരള ബോക്സ് ഓഫീസിൽ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സിനിമയ്ക്ക് 20 ലക്ഷം അല്ലെങ്കിൽ 19 അല്ലെങ്കിൽ 15 ലക്ഷമായിട്ടായിരുന്നു കളക്ഷൻ കാണാൻ സാധിച്ചു കേരളത്തില്. ഇപ്പൊ എന്തായാലും സിനിമേന്റെ OTT റിലീസിന് ശേഷം സിനിമയുടെ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് നല്ല പോലെയായിട്ട്. സിനിമയുടെ കേരളത്തിലെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് നിലവിൽ 36-ാം ദിവസം ഓൾമോസ്റ്റ് 3.20 ലക്ഷമാണ് ഇപ്പൊ നിലവിലെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ. 36-ാം ദിവസം ടോട്ടൽ 36 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 100 കോടിന് മുകളിൽ നമുക്കറിയാം സിനിമ കേരളത്തിലെ കളക്ഷൻ 129 കോടി 47 ലക്ഷമാണ് നിലവിലെ സിനിമയുടെ കേരളത്തിലെ ബോക്സ് ഓഫീസ്. എന്തായാലും സിനിമ എന്തായാലും 130 കോടി എന്തായാലും റൗണ്ട് ചെയ്ത് അല്ലെങ്കിൽ പതുക്കെ തള്ളി പോവുകയാണെങ്കിലും ചാൻസ് ഉണ്ട്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് നമ്മുടെ വാഴ സിനിമേന്റെ 2-ാം ഭാഗത്തിന്റെ ഫൈനൽ കളക്ഷൻ എവിടെ വരെ എത്തുമെന്ന്. എന്തായാലും തള്ളി എന്തായാലും ഈ ആഴ്ച എന്തായാലും കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഒരു 130 കോടി കേരളത്തിലെ ഹയസ്റ്റ് ഗ്രോസിംഗ് നമ്മുടെ വാഴ 2 എന്ന സിനിമ ഇടുന്നതായിരിക്കും ഫൈനലായിട്ട് കളക്ഷൻ. ഇനി തെലുങ്കിലോട്ട് പോകാം. തെലുങ്കിൽ സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 5 കോടി 98 ലക്ഷമാണ് തെലുങ്ക് ഗ്രോസ് കളക്ഷൻ സിനിമയ്ക്ക്. ഷെയർ കളക്ഷൻ സിനിമയ്ക്ക് 2 കോടി 89 ലക്ഷമാണ് അപ്രോക്സിമേറ്റ് ആയിട്ട്. സിനിമയുടെ തെലുങ്ക് റൈറ്റ്സ് മേടിച്ചത് 3 കോടി 50 ലക്ഷത്തിനാണ്. ഓൾമോസ്റ്റ് 82% റിക്കവറി സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് എടുത്ത് പറയേണ്ടി വരും. എന്തായാലും ഈ ഒരു സിനിമേന്റെ തിയേറ്ററിക്കൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ എന്തായാലും സിനിമയ്ക്ക് ഒരു 100 കോടിയുടെ ഡിഫറൻസ് കാണാൻ സാധിക്കുന്നുണ്ട് സിനിമ തെലുങ്കില് അല്ലെങ്കിൽ തെലുങ്ക് ബോക്സ് ഓഫീസില്. എന്തായാലും സിനിമേന്റെ OTT റിലീസിന് ശേഷം സിനിമേന്റെ കളക്ഷൻ തെലുങ്കിലാണെങ്കിലും നല്ലപോലെ കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വന്ന പോലെ തന്നെയായിട്ട്. എന്തായാലും തെലുങ്കിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയ മലയാള സിനിമകൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രേമലു, ലോക, മഞ്ഞുവൽ ബോയ്സ്, 2018 പുലിമുരുകൻ, ആലപ്പുഴ ജിംഖാന, ആകപ്പാടെ തകർത്ത് നമ്മുടെ മാർക്കോസ് സിനിമേന്റെ 5 കോടി 75 ലക്ഷം, അതുപോലെ തന്നെ കുറുപ്പ് സിനിമേന്റെ 5 കോടി 25 ലക്ഷമാണ് നമ്മുടെ വാഴ 2 എന്ന സിനിമ. എന്തായാലും സിനിമേന്റെ ഫൈനൽ നമ്പേഴ്സിലോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വാഴ എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് വരും ദിവസങ്ങളിൽ വാഴ സിനിമേന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സ്റ്റുഡിയോസ് സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് കൂടുതൽ സിനിമകളിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട്.